ഡിയർ മക്കളെ നാളെ നടക്കാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയിൽ 13 മാർക്ക് വേണോ എന്നാ പിടിച്ചോ. 3 ഡയമെൻഷൻ ജിയോമെട്രിയിൽ നിന്ന് 13 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 13 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ അല്ല മക്കളെ, 6 മാർക്കിൻ്റെ സെഷനിൽ ഒരു ക്വസ്റ്റ്യൻ കാണും, 4 മാർക്കിൽ ഒരെണ്ണം കാണും, 3 മാർക്കിൽ ഒരെണ്ണം കാണും. അങ്ങനെയാണ് ടോട്ടൽ 13 മാർക്കിൽ ഈ ചാപ്റ്റർ ചോദിക്കും. സോ ആ 13 മാർക്ക് വേണമെങ്കിൽ മക്കളെ ഇങ്ങ് നോക്കൂ. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടതാണ് ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ്. ഇത് രണ്ടും പഠിച്ചിരിക്കണം. ഇതിനകത്ത് 3 മാർക്കിനും 4 മാർക്കിനും എവിടെ വേണേൽ മാറി മാറി ചോദിക്കാം. 10 മാർക്ക് അല്ലെങ്കിൽ 13 മാർക്ക് ഇതിൽ നിന്ന് ചോദിച്ചിരിക്കും, ഉറപ്പുള്ള കാര്യമാണ് മക്കളെ. ഡയറക്ഷൻ റേഷ്യോ അല്ലെങ്കിൽ ഡയറക്ഷൻ കൊസൈൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ ചിലപ്പോൾ 2 പോയിന്റ് ആക്കും തരുന്നത്, അല്ലെങ്കിൽ 1 പോയിന്റ് ആക്കും തരുന്നത്. 1 പോയിന്റ് നിങ്ങൾ ഒരു വെക്ടർ തന്നിട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ അത് വെക്ടറിനകത്ത് പഠിക്കും. ഇതിനകത്ത് 2 പോയിന്റ്സ് തന്നിട്ട് 2 പോയിന്റ്സ് നോക്കിക്കോണേ. കൂടുതലൊന്നും പഠിക്കാനില്ല മക്കളെ. ഇതിപ്പോൾ 2 പോയിന്റ്സ് തരുവാണ്, -2, 4, -5 ആൻഡ് 1, 2, 3. 2 പോയിന്റ് തന്നു. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഡയറക്ഷൻ റേഷ്യോ ഞാൻ DR എന്നിടുവാണേ. ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മക്കളെ വേറൊന്നുമില്ല, നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ മക്കളെ ഫസ്റ്റ് പോയിന്റിലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എക്സ്, ഇത് Y, Z, ഇത് എക്സ് Y Z എന്നാണ്. ആ എക്സ് ആക്സിസിലെ 2 പോയിന്റ്സ് തമ്മിൽ മൈനസ് ചെയ്യാം. എന്താണ്? 1 മൈനസ് -2, 1 മൈനസ് ഇവിടെ നിന്നും ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ 1 മൈനസ് -2, അപ്പോൾ 1 + 2 എത്രയാണ്? 1 + 2 എത്രയാണ്? 3. സോ ആദ്യത്തെ 3 കിട്ടി. അടുത്തത് 2 - 4, 2 - 4, 2 4 കുറച്ചാൽ -2. ഓക്കെ. അടുത്തത് 3 - -5, 3 - -5, അപ്പോൾ 3 + 5 എത്ര വരും? 8. സോ ഡയറക്ഷൻ റേഷ്യോ കിട്ടി 3 - 2 8. ഇനി അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മക്കളെ, ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 3 റേഷ്യോസ് ഇല്ലേ, ഇതിൻ്റെ ഡിവൈഡർ ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്താൽ മതി. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ റൂട്ട് ഓഫ് കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് 3ൻ്റെ സ്ക്വയർ, റൂട്ട് ഓഫ് x² + y² + z² എന്നാണ്. അപ്പോൾ x², 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് -2ൻ്റെ സ്ക്വയർ, -2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 8ൻ്റെ സ്ക്വയർ, 8ൻ്റെ സ്ക്വയർ 64. ഇതെല്ലാം കൂടെ കൂട്ടിക്കേ. 64 4 68, 64 4 68. കറക്റ്റ് അല്ലേ മക്കളെ? 4 9. ഓക്കെ. 64 4 68 9 68 9 77, റൂട്ട് 77 വരും. ഓക്കെ. അപ്പോൾ ഈ റൂട്ട് 77 എല്ലാത്തിൻ്റെ അടിയിൽ ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ. 2 മാർക്കിന് വേണേൽ ചോദിക്കാം. ടോട്ടൽ 3 മാർക്കിലായിരിക്കും. ഓപ്ഷൻ എയും ബിയും ഒക്കെ വെച്ച് 2 ഓപ്ഷനായിട്ടായിരിക്കും ചോദിക്കുന്നത്. സോ എയിലെയും ബിയിലെയും ഏതായിട്ട് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത് വേറെ ക്വസ്റ്റ്യൻ. A B എന്ന 2 പോയിന്റ് കിട്ടണം മക്കളെ. എ എന്ന് പറഞ്ഞ പോയിന്റ് 1 2 3, ബി എന്ന് പറഞ്ഞ പോയിന്റ് -1 -2 1. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ഡയറക്ഷൻ റേഷ്യോ, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡയറക്ഷൻ റേഷ്യോ. ഇപ്പം ചെയ്ത പോലെ ചെയ്യുക. എന്താണ് ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കുക മക്കളെ. അതിനുശേഷം ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ മക്കളെ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. ഇപ്പം ചെയ്ത പോലെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യുമല്ലോ. സിമ്പിളാണല്ലോ മക്കളെ, വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ് മക്കളെ, വിട്ടുകളയിൽ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഡയറക്ഷൻ കൊസൈൻ ഓഫ് x ആക്സിസ്, അല്ലെ ഡയറക്ഷൻ കൊസൈൻ ഓഫ് y ആക്സിസ്, അല്ലെ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് z ആക്സിസ്. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻ ഓഫ് x ആക്സിസ് ചോദിച്ചാൽ സിമ്പിളായിട്ട് എഴുതണം 1. ഡയറക്ഷൻ കൊസൈൻ ഓഫ് y ആക്സിസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം 0. ഡയറക്ഷൻ കൊസൈൻ ഓഫ് z ആക്സിസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം 0. അപ്പോൾ ഇപ്പോഴും ഓർത്ത് വെച്ചോ 1 0 0. x ആക്സിലെ ഡയറക്ഷൻ കൊസൈൻ 1, y ആക്സിലെ ഡയറക്ഷൻ കൊസൈൻ 0, z ആക്സിലെ ഡയറക്ഷൻ കൊസൈൻ 0. സിമ്പിളാണ്, 1 വേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഓക്കെ മക്കളെ, കഴിഞ്ഞ തവണത്തെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഡയറക്ഷൻ കൊസൈൻ ഓഫ് x ആക്സിസ് എന്താണ്? ആൻസർ 1. സിമ്പിളായിട്ട് എഴുതാമല്ലോ. x ആക്സിലെ 1 ആണ്. ഇനി ഡയറക്ഷൻ കൊസൈൻ ഓഫ് പാസിംഗ് ത്രൂ, ഈ 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാനാണ് മക്കളെ. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് തോന്നുന്നു. -4 4 5 1 2 3. യെസ്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാമല്ലോ. യെസ്, കൊള്ളാം. നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 വെക്ടേഴ്സ് കൊളീനർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഷോ ദാറ്റ് ദ പോയിന്റ്സ് 3 പോയിന്റ്സ് തരും. എൻ്റെ ഇത് കൊളീനർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളെ, ആദ്യം AB എന്ന് പറഞ്ഞ വെക്ടർ കണ്ടുപിടിക്കുക. AB സിമ്പിളായിട്ടുള്ള കാര്യമാണ്. AB എന്ന് പറഞ്ഞാൽ ഇതല്ലേ A, ഇതല്ലേ B, അത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന വെക്ടർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പോലെ B - A ചെയ്യുക. ദേ 1 ൽ നിന്ന് 2 കുറയ്ക്കുക. 1 - 2. ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിച്ചില്ല, അതേപോലെ 1 - 2, 1 ൽ നിന്ന് 2 കുറച്ചാൽ -1. പക്ഷേ -1 എന്ന് എഴുതിയാൽ പോരാ, -1i വെക്ടറാണ്. സോ വെക്ടറായിട്ട് എഴുതുക. അടുത്ത് -2ൽ നിന്ന് 3 കുറച്ചാൽ -2 - 3 എത്ര വരും? -5. സോ -5j.
ഓക്കെ. അടുത്ത് 3 4 കുറച്ചാൽ 3 മൈനസ് മൈനസ് 4 അപ്പോൾ 3 പ്ലസ് 4 അപ്പോൾ എത്ര വരും? 7K. എ ബി കണ്ടുപിടിച്ചില്ലേ? ഇതേപോലെ ബി സിയും എ സിയും കണ്ടുപിടിക്കുക. ബി സി എന്ത് വരും? ബി സി എന്ന് പറയുമ്പോൾ ബിയും സിയും ഇതും തമ്മിൽ 3 1 കുറച്ചാൽ 2i. അടുത്തത് 8 മൈനസ് മൈനസ് 2 8 മൈനസ് മൈനസ് 2 അപ്പോൾ 8 പ്ലസ് 2 10J. അടുത്തത് -11 -3 അപ്പോൾ -14K. ഓക്കെ, ബി സിയും കണ്ടുപിടിച്ചു. അടുത്ത എ സി കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇതും തമ്മിൽ സിന്ന് എ കുറയ്ക്കുക. 3 മൈനസ് 2 1i. ഓക്കെ, 3 മൈനസ് 1 1i. അടുത്ത് 8 മൈനസ് 3 5J പ്ലസ് 5J. -11 -4 കുറയ്ക്കുക. അപ്പോൾ -11 പ്ലസ് 4 എത്ര വരുടാ? -7. -7. ഓക്കെ, ഇത്രയും കണ്ടുപിടിച്ചിട്ട് മക്കളെ ഏതെങ്കിലും രണ്ടെണ്ണം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ മറ്റേ വെക്ടർ കിട്ടുമെങ്കിൽ അത് കൊളീനറാണ്. നോക്കിക്കേ, ഞാനിവിടെ ഏതെങ്കിലും രണ്ടെണ്ണം തമ്മിൽ കൂട്ടിക്കേ. ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ലേ? 2ഉം 1ഉം 2ഉം -1 കൂട്ടിയാൽ +1. യെസ്. അടുത്ത് 10ഉം -5ഉം 10ഉം 5ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10ഉം -5 കൂട്ടിക്കഴിഞ്ഞാൽ 5. ഓക്കെ. 7ഉം -14ഉം 14ഉം 7ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ -7. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? എ ബിയും ബി സിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എ ബി പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സി ആണ്. ദെയർഫോർ ദേ ആർ കൊളീനിയർ. ഇപ്പോൾ കൊളീനിയറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ടെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ മറ്റേത് കിട്ടുവാണെങ്കിൽ അത് കൊളീനിയർ ആണ്. കൊളീനിയർ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കാര്യം. 2 3 വെക്ടർ കണ്ടുപിടിച്ച് വയ്ക്കുക, തമ്മിൽ കൂട്ടുക, മറ്റേത് കിട്ടുമെങ്കിൽ കൊളീനിയർ. മക്കളെ വളരെ 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 എളുപ്പം കേട്ടോ. നെക്സ്റ്റ്, അപ്പോൾ ഇത് പഠിച്ചല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം മക്കളെ. എന്നിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. കിട്ടുവാണെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക കൊളീനിയർ ആണോ എന്നല്ലേന്ന്. നെക്സ്റ്റ്, ഇതേപോലെ തന്നെ അടുത്ത നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. ഇത് രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ നാളത്തെ എക്സാമിന് ഇത് കാണും. നാളത്തെ എക്സാമിന് ഇത് മസ്റ്റായിട്ട് കാണും മക്കളെ. ആദ്യം വെക്ടർ ഇക്വേഷൻ. വെക്ടർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴേ മനഃപ്പാടമാക്കുക R = A + λb. R = A + λb വെക്ടർ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇപ്പോഴേ മനഃപ്പാടാക്കുക. x - x1/a = y - y1/b = z - z1/c. ഒന്നും കൂടെ വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R = A + λb. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x - x1/a y - y1/b z - z1/c. ഓക്കെ, ഇതെന്തിനാണ് പഠിക്കുന്നത് വെച്ചാൽ മക്കളെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ അത് എഴുതാൻ വേണ്ടിയാണ്. വേറെ ഒന്നുമല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് എടുത്ത് പറയും. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വെക്ടർ, ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഇത് രണ്ട് എഴുതാൻ പറയും. അവർ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും, 2 വെക്ടേഴ്സ് നിങ്ങൾക്ക് തരും. ഒരെണ്ണം പോയിന്റ് ആയിട്ടായിരിക്കും തരുന്നത്, കുഴപ്പമില്ല, നമുക്ക് വെക്ടർ ആക്കാം. പിന്നെ ഒരെണ്ണം വെക്ടർ ആയിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം മക്കളെ, ആദ്യം എ എന്ന് പറഞ്ഞ് ആദ്യത്തെ പോയിന്റിനെ എങ്ങനെ എടുത്ത് എഴുതുക. ഇവിടെ പോയിന്റ് ആയിട്ടാണ് തരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ IJK ഇട്ടാൽ വെക്ടറായി. എന്താണ്? 5നെ വെക്ടറാക്കി എഴുതിക്കേ. 5i. അടുത്തത് +2j. അടുത്തത് -4k. ഓക്കെ, എ കിട്ടി. അടുത്ത വെക്ടർ ബി. വെക്ടർ ബി എന്ന് പറയുമ്പോൾ ഇതിനെ വെക്ടറാക്കേണ്ട കാര്യമില്ല, വെക്ടറായിട്ട് തന്നെ കിടക്കുന്നത്. സോ അതങ്ങ് എടുത്ത് എഴുത്. 3i +2j -8k. ഓക്കെ അല്ലേ? 2 വെക്ടേഴ്സ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട വെക്ടർ ഇക്വേഷൻ. ഉടനെ നമ്മൾ ആ ഇക്വേഷൻ എഴുതും, നമ്മൾ പഠിച്ച ഇക്വേഷൻ. വെക്ടർ ഇക്വേഷൻ അങ്ങ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അങ്ങ് എഴുതുക. R = ഇത് വേണമെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് എഴുതാം, കുറച്ചുകൂടെ വൃത്തിക്ക് അങ്ങ് എഴുതാം. വെക്ടർ ഇക്വേഷൻ എന്നൊരു ഹെഡിങ് കൊടുക്കുക മക്കളെ. ഓക്കെ, അതിനുശേഷം നമ്മുടെ വെക്ടർ ഇക്വേഷൻ അങ്ങ് എഴുതുക. എന്താണ്? R = A + λb. എന്നിട്ട് എ എന്ന് പറഞ്ഞ് എന്താണ്? നേരെ ഇട്ട് കൊടുത്താൽ മതി. എ എന്ന് പറഞ്ഞ് എന്താണ്? 5i +2j -4k. 5i +2j -4k. ഇതാണ് നമ്മുടെ എ. പ്ലസ് ലാംഡ, ഇതാണ് നമ്മുടെ എ. കണ്ടല്ലോ, എക്ക് പകരം നമ്മുടെ എ ഇട്ട് കൊടുത്തു. പ്ലസ് ലാംഡ × ബിക്ക് പകരം നമ്മുടെ ബി ഇട്ട് കൊടുക്കുക. ബി എന്താണ്? ഇത് 3i +2j -8k. 3i +2j -8k. സോ എയും ബിയും വെച്ച് നമ്മൾ എഴുതി. കണ്ടല്ലോ, ഇതാണ് മക്കളെ വെക്ടർ ഇക്വേഷൻ. അവിടെ കഴിഞ്ഞു. 3 മാർക്കാണെങ്കിൽ 1.5 മാർക്ക് അവിടെ വീണു. അടുത്ത നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ.
കാർട്ടീഷ്യൻ ഇക്വേഷൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇല്ലേ മക്കളെ, അതങ്ങ് എഴുതി വെച്ചേ. എന്താണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് x1/a ഈക്വൽ ടു y മൈനസ് y1/b ഈക്വൽ ടു z മൈനസ് z1/c. ഓക്കെ അല്ലേ മക്കളെ? ഇത് എഴുതാനൊന്നും വേറൊന്നുമില്ല, ഒരു ട്രിക്ക് ഓർത്തിരിക്കുക. ദേ എക്സ് ഓക്കെ ആണോ? എക്സ് മൈനസ് ഈ x1ഉം എയും ഒക്കെ നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഇവിടെ വെക്ടർ ഇക്വേഷൻ എഴുതിയില്ലേ, അതിൻ്റെ ഈ ലാംഡയ്ക്ക് മുമ്പിൽ കിടക്കുന്ന സംഭവമില്ല, അതാണ് നമ്മുടെ എ ആണല്ലോ. ആ എയ്ക്കകത്തെ എല്ലാ വെക്ടറിനെയും എല്ലാ നമ്പേഴ്സിൻ്റെയും ഓപ്പോസിറ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഈ മുകളിലുള്ള x1 y1 z1 ആയി. എന്താണ് ഞാൻ പറഞ്ഞത്? ഇവിടെ +5 അല്ലേ, നേരെ മൈനസ് ആക്ക്. ഈക്വൽ ടു അടുത്തത് y, ഇവിടെ +2 അല്ലേ, നേരെ ഓപ്പോസിറ്റ് ആക്ക്, -2. ഈക്വൽ ടു z, ഇവിടെ -4 അല്ലേ, നേരെ ഓപ്പോസിറ്റ് ആക്ക്, +4. സോ ഇതെല്ലാം എഴുതി. ഇനി ഡിവൈഡർ ബൈ നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഈ ലാംഡ കഴിഞ്ഞിട്ടുള്ള വെക്ടർ ഇല്ലേ, അതിൻ്റെ എല്ലാത്തിൻ്റെയും കമ്പോണൻസ് 3, 2, -8. അതിവിടെ അതേപോലെ എഴുതിയാൽ മതി, 3, 2, -8. ഇത്രേ ഉള്ളൂ. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. ക്ലിയർ ആണോ? കാർട്ടീഷ്യൻ ഇക്വേഷൻ ക്ലിയർ ആണോ മക്കളെ? വളരെ 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 എളുപ്പം, അത് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ക്വസ്റ്റ്യൻ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ വെക്ടറും കാർട്ടീഷ്യൻ ഇക്വേഷനും ഒന്ന് എഴുതി നോക്കിയാൽ മക്കളെ. വെക്ടറും കാർട്ടീഷ്യൻ ഇക്വേഷനും പെട്ടെന്ന് എഴുതി നോക്കുക. ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തുറന്ന് കണ്ടു കഴിഞ്ഞാൽ എഴുതാൻ എളുപ്പമല്ലേ മക്കളെ? വളരെ വളരെ എളുപ്പമാണ് അല്ലേ? അപ്പോൾ ട്രിക്ക് ഉപയോഗിച്ച് എഴുതുക. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങളോട് ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ, സിമ്പിളായിട്ട് നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചെന്ന് വെച്ചു, ഒരു കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നെ തിരിച്ച് അതിനെ വെക്ടറാക്കി എഴുതാൻ, മക്കളെ തിരിച്ച് അതിനെ വെക്ടറാക്കി എഴുതാൻ ചോദിച്ചാൽ എന്ത് ചെയ്യാം? നമ്മൾ ഉടനെ നമ്മുടെ വെക്ടർ ഇക്വേഷൻ എഴുതുക. വെക്ടർ ഇക്വേഷൻ എന്താണ് മക്കളെ? വെക്ടർ ഇക്വേഷൻ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? r ഈക്വൽ ടു a പ്ലസ് ലാംഡ ബി അല്ലേ? r ഈക്വൽ ടു, മക്കളെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതുക. നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈൻ ആക്കിയല്ലേ നമ്മൾ എയിനെ, അതേപോലെ ഇവിടുത്തെ എല്ലാത്തിനും ഓപ്പോസിറ്റ് സൈൻ ആക്കിയാൽ നമ്മുടെ എ എന്ന് പറഞ്ഞ വെക്ടർ കിട്ടും. ദേ ഇവിടെ മൈനസ് അല്ലേ, നേരെ എഴുതിക്കുക. എ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആക്കുമ്പോൾ 5y. ഇവിടെ +4 ആണ്, നേരെ ഓപ്പോസിറ്റ് ആക്ക്, -4j. ഇവിടെ -6 ആണ്, നേരെ ഓപ്പോസിറ്റ് ആക്ക്, +6k. നമ്മൾ തിരിച്ചെഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഓപ്പോസിറ്റ് ആക്കി എഴുതും. പ്ലസ് ലാംഡ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്? ഈ താഴെ കിടക്കുന്നത്, അത് അതേപോലെ എഴുതിക്കേ. 3i + 7j + 2k. വളരെ 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 എളുപ്പം. വെക്ടർ ഇക്വേഷൻ കഴിഞ്ഞു. കിടിലൻ ട്രിക്കാണ് മക്കളെ, ഓർത്തിരിക്കുക, വിട്ട് കളയല് കേട്ടോ. നാളെ വന്നു കഴിഞ്ഞാൽ ഇത് വിട്ട് കളഞ്ഞേക്കില്ല. എനിക്കത്രേ പറയാനുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ കണ്ടല്ലോ, ഇതിൻ്റെ വെക്ടർ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ എത്ര എളുപ്പം. വെക്ടർ ഇക്വേഷൻ ഒന്ന് പെട്ടെന്ന് പറയാമോ? r ഈക്വൽ ടു a പറയാൻ പറ്റത്തില്ലേ? എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ എന്ന് പറയുമ്പോൾ r ഈക്വൽ ടു a പ്ലസ് ലാംഡ ബി ആണ്. സോ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ സൈൻ നേരെ ഓപ്പോസിറ്റ് ആക്ക്. അപ്പോൾ +3 ആണെങ്കിൽ -3i + 5j, 6 + 6 ആണ്, സോ അത് -6k. സോ എ എഴുതി, പ്ലസ് ലാംഡ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്ന അതേപോലെ തന്നെ എഴുതി വയ്ക്കും മക്കളെ. 2i + 4j + 2k. ഇത്രയും എളുപ്പം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വേറെ എവിടെയും കിട്ടത്തില്ല മക്കളെ. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ വളരെ വളരെ എളുപ്പം. നമുക്ക് തുടക്കമുള്ള പാർട്ട്, 3 ഡയമെൻഷൻ ജിയോമെട്രിയിലെ തുടക്കമുള്ള പാർട്ട് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും എഴുതാനായിരിക്കും വരുന്നത്. അത് സിമ്പിളായിട്ട് കഴിഞ്ഞു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. ഇത് ചോദിച്ചാൽ, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ചോദിച്ചാൽ 2 വെക്ടർ ഇക്വേഷൻ തരും, ഇല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ തരും. മക്കളെ ആംഗിൾ കണ്ടുപിടിക്കുക. അതിൻ്റെ ഇടയ്ക്കുള്ളത് ആംഗിൾ കണ്ടുപിടിക്കുക. ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേ. cos θ = b1.b2/mod b1 × mod b2. എന്താണ്? നമുക്കിങ്ങനെ 2 വെക്ടർ ഇക്വേഷൻ തരും. അപ്പോൾ അതിൻ്റെ എയും ബിയും ഒക്കെ എഴുതാൻ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേടാ മക്കളെ? അതിൻ്റെ ഇടയ്ക്കുള്ള ഈ 2 ലൈൻ്റെ ഇക്വേഷനാണ് കേട്ടോ മക്കളെ. ഇത് 2 ലൈൻ്റെ ഇക്വേഷനാണ് ഈ വെക്ടർ ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെക്ടർ ഇക്വേഷൻ തരും, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ തരും. എന്ത് വന്നാലും നമുക്ക് അതിനെ വെക്ടർ ആക്കി എഴുതി കഴിഞ്ഞാൽ എയും ബിയും ഒക്കെ എടുത്തെഴുതാൻ നമ്മളിപ്പോൾ പഠിച്ചില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ cos θ = ഒരു മോഡുലസ്, കാരണം പോസിറ്റീവ് എടുക്കത്തുള്ളൂ, b1.b2/mod b1 × mod b2. എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ നോക്കി, 2 ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞു.
ആംഗിളിൽ നിന്ന് പ്രോപ്പർട്ടി കഴിഞ്ഞു. ആദ്യം നമുക്ക് ആർ ഈസിക്കൽ ഇങ്ങനെ തരും. അപ്പോൾ അതേ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് വെക്ടർ ഇക്വേഷൻ തന്നു. ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്. തിരിച്ചറിഞ്ഞല്ലോ, ഫസ്റ്റും സെക്കൻഡും. ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ഒന്നാമത്തേനകത്ത് നമ്മൾ എഴുതാൻ പോണത് A1 എടുത്തെഴുതും. A1 എടുത്തെഴുതെന്ന് പറഞ്ഞാൽ ഈ ലാംഡയ്ക്ക് മുന്നിലുള്ളതാണല്ലോ നമ്മുടെ എകൾ, അത് അതേപോലെ അങ്ങ് എടുത്തെഴുതിക്കുക മക്കളെ. 3i, നമുക്കിവിടെ A1ൻ്റെ ആവശ്യമില്ല എങ്കിലും നിങ്ങൾ A1 എഴുതാൻ പഠിക്കും. 3i + 2j, അത് അതേപോലെ അങ്ങ് എടുത്തെഴുതും, -4k. ഇനി B1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെയാണ്, ലാംഡ കഴിഞ്ഞ ശേഷമുള്ള സാധനമാണ് നമ്മുടെ ബി. അതെന്താണ് B1? i + 2j + 2k. ഓക്കെ അല്ലേ? ഇനി A2, രണ്ടാമത്തേൻ്റെ A2 എന്ന് പറയുമ്പോൾ ഈ കിടക്കുന്നത് 5i - 2j. ഇനി B2 മ്യൂ കഴിഞ്ഞിട്ടുള്ളത്, ഇത് മ്യൂ ആണല്ലോ, അവിടെ നേരത്തെ ലാംഡ ആണെങ്കിൽ ഇവിടെ മ്യൂ, രണ്ടെണ്ണം തന്നതേ ഉള്ളൂ. മ്യൂ കഴിഞ്ഞിട്ടുള്ളത് 3i + 2j + 6k. മക്കളെ നമ്മുടെ ഇക്വേഷൻ എന്താടാ? ഇക്വേഷൻ cos θ = അല്ലേടാ, cos θ = മോഡുലസ് B1 ഡോട്ട് B2 ബൈ മോഡ് B1 ഇൻറ്റു മോഡ് B2 എന്നല്ലേ? അല്ലേ? ഈ B1 ഡോട്ട് B2 ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം നമുക്ക് B1 ഡോട്ട് B2 കണ്ടുപിടിക്കാം. B1 ഡോട്ട് B2 വേറെ ഒന്നുമില്ല മക്കളെ, B1ഉം B2 എഴുതിയില്ലേ, അതിൻ്റെ കമ്പൗണ്ട് സമയം ഇൻറ്റു ചെയ്താൽ ഡോട്ട് പ്രോഡക്റ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ B1 വേണം, ഞാൻ B1 അങ്ങ് എടുത്തെഴുതാം. B1 എടുത്തെഴുതാണേ. B1 എഴുതി. ഇനി B2, ഓക്കെ, B2 എഴുതി. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മക്കളെ, ഇത് തമ്മിലുള്ള ഡോട്ട് എടുക്കും. എന്താണ്? ഇത് തമ്മിലുള്ള ഡോട്ട് എടുക്കും. ഓക്കെ, ഇത് തമ്മിലുള്ള ഡോട്ട് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ ഐയുടെ കൂടെയുള്ള നമ്പരും ഇവിടുത്തെ ഐയുടെ കൂടെയുള്ള നമ്പരും തമ്മിൽ ഇൻറ്റു ചെയ്യും. ഇവിടെ 1 × 3, 1 × 3 പ്ലസ് ജെയുടെ കൂടെയുള്ള നമ്പർ 2 2 × 2 പ്ലസ് അടുത്ത കെയുടെ കൂടെയുള്ളത് 2 6 2 × 6. സിമ്പിൾ 3 + 4 + 12 എത്ര കിട്ടും? 12 4 16 3 19. B1 ഡോട്ട് B2 സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ നമുക്കത് ഈ സാധനം കിട്ടി, B1 ഡോട്ട് B2. ഓക്കെ, ഇനി താഴത്തെ B1 മോഡ് B1 കണ്ടുപിടിക്കണം. മോഡ് B1 എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് B1 അല്ലെ മാഗ്നിറ്റ്യൂഡ് B1 എന്ന് പറഞ്ഞാൽ B1ൻ്റെ റൂട്ട് ഓഫ് കണ്ടുപിടിക്കണം. B1 എന്ന് പറഞ്ഞാൽ ഇതല്ലേ? B1ഉം B2 ഞാൻ അങ്ങോട്ട് കോപ്പി ചെയ്യാം. B1ൻ്റെയും B2ൻ്റെയും മോഡുലസ് കണ്ടുപിടിക്കണം. ഓക്കെ, B1ൻ്റെയും B2ൻ്റെയും മോഡുലസ് കണ്ടുപിടിക്കണം. മക്കളെ B1 ഇതാണെങ്കിൽ അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ എളുപ്പം. റൂട്ട് ഇടുക. ഇതിൻ്റെ കൂടെയുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്? 1 2 2. ഇതിൻ്റെയൊക്കെ സ്ക്വയർ എടുത്താൽ മതി. 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് ഇവിടുത്തെ 2ൻ്റെ സ്ക്വയർ 4. സോ 4 4 8 9, റൂട്ട് 9 വരും. എത്ര കിട്ടും? 3. അടുത്ത മോഡ് B2ൻ്റെ ഇതേപോലെ കണ്ടുപിടിച്ചേ. റൂട്ട് 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 6ൻ്റെ സ്ക്വയർ 36. 36 4 40, റൂട്ട് 49 വരും. സോ 7 കിട്ടും. സോ B1ഉം B2ഉം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആംഗിളിൻ്റെ ഇക്വേഷൻ ഒന്നും കൂടെ അങ്ങ് എഴുതിയേക്കുക. cos θ = മോഡുലസ് B1 ഡോട്ട് B2 ബൈ മോഡ് B1 ഇൻറ്റു മോഡ് B2. ഓക്കെ അല്ലേ? സോ ഇത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ല മക്കളെ. മോഡ് B1 ഇൻറ്റു B1 ഡോട്ട് B2 എത്രയാണ്? B1 ഡോട്ട് B2 19 അല്ലേ? യെസ്. അപ്പോൾ ഇത് 19 ബൈ ഇതെത്രയാണ്? മോഡ് B1 ഇവിടെ കണ്ടുപിടിച്ചു 3ഉം മോഡ് B2 7. സോ 3 × 7 എത്ര കിട്ടും? 19/21 എന്ന് കിട്ടും. സോ മക്കളെ cos θ = 19/21 കിട്ടിയാൽ θ = ഈ കോസ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ കോസ് ഇൻവേഴ്സ് 19/21 എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. 3 മാർക്കാണെങ്കിൽ 3 മാർക്ക്, 4 മാർക്കാണെങ്കിൽ 4 മാർക്ക്. ക്ലിയർ ആയോ മക്കളെ? വളരെ വളരെ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഇത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ ചോദിക്കാം, വെക്ടർ ഇക്വേഷൻ ചോദിക്കാം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ചോദിക്കാം. മക്കളെ സ്കൂളിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ വെച്ച് ചെയ്യാനായിട്ട് വേറെ മെത്തേഡായിരിക്കും പഠിപ്പിച്ചെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് A1ഉം A2ഉം B1ഉം B2 എടുത്ത് എഴുതി കഴിഞ്ഞ് ബാക്കി സെയിം മെത്തേഡ് ചെയ്താൽ മതി. എങ്ങനെയാണ്? ഇതിൻ്റെ അകത്ത് A1 എടുത്തെഴുതാൻ ഞാനിപ്പോൾ പഠിപ്പിച്ചു നിങ്ങളെ. B1 എടുത്തെഴുതാൻ പഠിപ്പിച്ചു അല്ലേ? പഠിപ്പിച്ചില്ലേ? അതേപോലെ A2 എടുത്തെഴുതാൻ പഠിപ്പിച്ചു, B2 എടുത്തെഴുതാൻ പഠിപ്പിച്ചു.
എങ്ങനെ എഴുതാം? A1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്. ഓക്കെ, ഫസ്റ്റത്തേൻ്റെ മുകളിൽ കിടക്കുന്നതാണ് എകൾ, A1കൾ, A1കൾ. സെക്കൻഡിൻ്റെ മുകളിൽ കിടക്കുന്നതാണ് A2കൾ അല്ലേ? അപ്പോൾ A1 എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തേൻ്റെ എല്ലാത്തിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആക്കുകയും +3 മാറ്റി -3i. അടുത്ത ഇവിടെ -1 ആണ്, പ്ലസ് ആക്കുകയും +1j. അടുത്ത ഇവിടെ 3 ആണ്, +3 ആണ്, അതിനെ മാറ്റുകയും -3k. ഓക്കെ, B1 എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ കിടക്കുന്നതാണ്, ഫസ്റ്റത്തേൻ്റെ താഴെ കിടക്കുന്നത്, അത് അതേപോലെ എഴുതുക. 3i + 5j + 4k. ഇനി നമ്മുടെ A2 എന്ന് പറയുമ്പോൾ മുകളിൽ കിടക്കുന്ന സൈൻ നേരെ മാറ്റി രണ്ടാമത്തേൻ്റെ എഴുതുക. -1i അല്ല, അവിടെ -4 ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആക്കി, 4j + 5k. ഓപ്പോസിറ്റ് ആക്കി എഴുതി. മുകളിലത്തെ ഓപ്പോസിറ്റ്, താഴത്തെ സെയിം ആക്കി എഴുതുക. അതാണ് B2. 1i + 1j + 2k. മക്കളെ B1 B2 എഴുതിയില്ലേ? സെയിം മെത്തേഡ്. B1.B2 കണ്ടുപിടിക്കുക, മോഡ് B1 കണ്ടുപിടിക്കുക, മോഡ് B2 കണ്ടുപിടിക്കുക, സെയിം ഇക്വേഷൻ എഴുതുക, ഇട്ട് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആംഗിൾ എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞു. വളരെ 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 എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആംഗിൾ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ, ഒന്ന് ചെയ്ത് നോക്കുക. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി ഒരു സെക്ഷനും കൂടെ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ എന്നുള്ള 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരെ വരും. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.